ഏവർക്കും വന്ദനം. ഏറ്റവും തകർന്ന മാനസിക സമ്മർദ്ദത്തിനടിമപ്പെട്ട് വലിയ തകർച്ചയിലൂടെ പോയ ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അശക്തനായി നിരാശയ്ക്കടിമപ്പെട്ട് വേദനപ്പെട്ട് ഹൃദയത്തിൽ ഏറ്റവും തകർന്നവനായി നിൽക്കുന്ന ഈ മനുഷ്യനെ കർത്താവ് അഭിസംബോധന ചെയ്തുകൊണ്ട് ആ മനുഷ്യനെ ദൈവം ശാക്തീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് ആ മനുഷ്യനെ വിളിക്കുകയാണ് ഏറ്റവും പ്രിയപുരുഷ എന്നാണ് വിളിക്കുന്നത്. സ്നേഹിതരെ, ഏറ്റവും തകർച്ചയ്ക്കിടയിലും ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവത്തിന് നിങ്ങൾ ഏറ്റവും പ്രിയപുരുഷനായി ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. ആ മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേൽ എന്ന മനുഷ്യനെ ദൈവം ശക്തീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏവർക്കും വന്ദനം. ഏറ്റവും തകർന്ന മാനസിക സമ്മർദ്ദത്തിനടിമപ്പെട്ട് വലിയ തകർച്ചയിലൂടെ പോയ ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അശക്തനായി നിരാശയ്ക്കടിമപ്പെട്ട് വേദനപ്പെട്ട് ഹൃദയത്തിൽ ഏറ്റവും തകർന്നവനായി നിൽക്കുന്ന ഈ മനുഷ്യനെ കർത്താവ് അഭിസംബോധന ചെയ്തുകൊണ്ട് ആ മനുഷ്യനെ ദൈവം ശാക്തീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് ആ മനുഷ്യനെ വിളിക്കുകയാണ് ഏറ്റവും പ്രിയപുരുഷ എന്നാണ് വിളിക്കുന്നത്. സ്നേഹിതരെ, ഏറ്റവും തകർച്ചയ്ക്കിടയിലും ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവത്തിന് നിങ്ങൾ ഏറ്റവും പ്രിയപുരുഷനായി ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. ആ മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേൽ എന്ന മനുഷ്യനെ ദൈവം ശക്തീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.